ആഷ്മി ഇതൊരു ഡോക്ടറാ, ഫിസിയോതെറാപ്പി എല്ലാ കയ്യിൽ പരിപാടിയുണ്ട്, കലാപരിപാടി മൊത്തം. അപ്പൊ എനിക്കൊന്ന് ഇതിലേക്കൊക്കെ ആൾക്കാർ ശ്രദ്ധ തിരിയട്ടെ. ഇതിലെന്ന് വെച്ചാൽ നമ്മള് അമ്മമാര് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടൊരു കുട്ടി അതിലോട്ട് പോയി എന്ന് കണ്ടിട്ട് അതിനാണ് നമ്മൾ ഇതാക്കേണ്ടത്. കാരണം ഈ തലമുറ ചീത്തയാണ്, പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവരെ നമ്മൾ സ്നേഹം കൊണ്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാര്യം പറ്റിപ്പോയാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിനവരെ ആദ്യം അവരെ ക്ഷമയോടെ കേട്ട് അവർക്ക് വേണ്ട ഇത് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഭയം വേണ്ട, ജാഗ്രത മതി, സ്നേഹമായിരിക്കണം. അതെ, ഈ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികൾ വഴുതി വീഴുന്നുണ്ട് ലഹരിയിലേക്ക്. അതിന് പല സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, പിയർ പ്രഷർ ഉണ്ടാവാം. ജാഗരൂകരാകേണ്ടത് മാതാപിതാക്കളും അതോടൊപ്പം അധ്യാപകരുമാണ്. അധ്യാപകരുടെ സൈഡിൽ നിന്ന് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ പലപ്പോഴും സംഭവിക്കുന്നത് അവര് ഒറ്റയടിക്ക് നിരസിക്കുകയാണ്. എന്റെ മകൻ അങ്ങനെയല്ല, എന്റെ മകൾ അങ്ങനെയല്ല. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് അതിൽ കാര്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ ആ കുട്ടിയെ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും കൂട്ടായിട്ട് തയ്യാറെടുക്കണം. അത് സമ്മതിക്കണം. അധ്യാപകരുടെ റോള് നമ്മൾ അംഗീകരിക്കണം. അവർ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. കുടുംബത്തിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മക്കളെ രക്ഷിച്ചെടുക്കാനാവും.